അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും തമ്മിൽ കാണുന്ന വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കണം. ഈ വീഡിയോയിൽ നമ്മുടെ എറണാകുളത്ത് ലഹരി പിടിച്ചിട്ടുള്ള കേസാണ്. ഇതിൽ ഡോക്ടർമാർ, IT-യിലുള്ള ആൾക്കാർ, ഫുഡിലുള്ള ആൾക്കാർ, അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരൊക്കെയാണ്, കുറച്ച് ഹൈ ലെവൽ ആൾക്കാരൊക്കെയാണ് പിടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ബാക്കിയുള്ള എല്ലാവരും പോയാലും നമുക്ക് ഈ ഡോക്ടർമാരുടെ കാര്യത്തിൽ ഇത് നമുക്ക് സീരിയസ് ആയിട്ട് എടുക്കേണ്ടി വരും. കാരണം ഡോക്ടർമാരുടെ കാര്യത്തിൽ ഈ ഡോക്ടർമാർ ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ആൾക്കാർ ചെക്ക് ചെയ്യണമെന്നൊക്കെ എങ്ങനെ അറിയാൻ പറ്റും? ഇവരെത്ര പിള്ളേരെ ചെക്ക് ചെയ്യാനുണ്ടാവും? ഇവരൊക്കെ ഈ ഇങ്ങനത്തെ രീതിയിലാണോ വന്നതെന്ന് എങ്ങനെ പറയും? ഈ സർജറിയാണ് ആൾക്കാർ. മറ്റേ ഒരു സിനിമയിലുണ്ടല്ലോ, അത് ഏതൊരു ഹിന്ദിയോ തെലുങ്കോ ഒരു പടം, അർജുൻ റെഡ്ഡി, അതാണോണം അല്ല അത്. അപ്പോൾ അതുപോലെ ഈ പറഞ്ഞ പോലെ ഈ ഡോക്ടർമാർക്ക് ഈ സാധനം ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ പറ്റുമോ? ഈ സംഭവം ഉണ്ടായിരുന്നെങ്കിൽ വളരെ ഭയങ്കര നല്ലതായിരുന്നു. പക്ഷെ നമ്മുടെ നാട്ടിൽ അതൊന്നുമില്ല. നമ്മുടെ ലൈഫിനാണ് അത് പ്രശ്നം. എൻ്റെ ഒന്നുമില്ലടാ, എന്താടാ ഇവിടെ ഇരുന്നോ? അതാണ് മെയിനായിട്ട്. ഇവർ മറ്റുള്ളവരെ ചികിത്സിക്കുമ്പോൾ ഇവർ കറക്റ്റ് ബോധത്തോടെയാണോ ചികിത്സിക്കണേന്ന് അറിയാനുള്ളൊരു സംവിധാനം നമുക്കില്ല. നമുക്കിപ്പോൾ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും സീനിയറായിട്ടുള്ള ഡോക്ടർമാരെ തിരഞ്ഞെടുക്കാറുണ്ട്. ഞാനൊക്കെ ആണെങ്കിലും പണ്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ വയസ്സായിട്ടുള്ള ഡോക്ടർമാർക്കായിരിക്കും കൂടുതൽ ഡിമാൻഡ്. കാരണം യങ്ങായിട്ടുള്ള ഡോക്ടർമാർക്ക് അധികം എക്സ്പീരിയൻസ് ഇല്ലയെന്ന് പൊതുവെയുള്ളൊരു ഇതുണ്ടല്ലോ. നമുക്കൊരു പേടി ഉണ്ടാവില്ലേ? മറ്റേ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടറിന് മേലുള്ള നമ്മളും കൂടുതൽ പ്രിഫർ ചെയ്യണം. അതുകൊണ്ട് അപ്പോൾ ഈ ന്യൂസ് കണ്ടപ്പോൾ എനിക്കത് പറയാനാണ് തോന്നിയത്. ഈ വീഡിയോ അത്രേ ഉള്ളൂ. ഓക്കെ.